ഒരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അത് വെച്ച് എന്താ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതെന്നൊക്കെ നോക്കാം. ഇത് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ കാടും പടലൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. ഞാൻ ദേ ഇത്രയും ഉണ്ടായിരുന്നതൊക്കെ അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇത്രയും തണ്ട് ഒക്കെ കളയണം കേട്ടോ. എന്നിട്ട് ഇതേ ഇത്രയും ഇങ്ങനെ ഞാനത് ക്ലീനാക്കി എടുത്തിട്ട് മുറിച്ചിടും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്തത്. ഈ കറുത്ത കുറച്ച് അഴുക്ക് കാണുന്നതാണ്ട, അതിങ്ങനെ കട്ട് ചെയ്ത് കളയണം. അത് നമ്മൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ക്ലീനാക്കാതെ വെക്കും തോറും അത് കൂടി വരും കേട്ടോ. അത് പെട്ടെന്ന് ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഇന്നലെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതാണ് അത് കൂടിയത്. അല്ലെങ്കിൽ ഫ്രഷ് കൊണ്ടുവന്ന ഉടനെ നമ്മളത് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്തിട്ടാണ് നമ്മളത് സൂക്ഷിക്കേണ്ടതെന്നത്. അതുപോലെ അത് സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് ദിവസം അത് ഇരുന്നോളൂ. ഇപ്പോൾ കാണിച്ചു തരാം. അതെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഭംഗിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിന് ഇനി എടുക്കുമ്പോൾ ആണെങ്കിൽ ചെറുതാക്കാം, വലുതായ ആക്കേണ്ടവർക്ക് വലുതാക്കുകയൊക്കെ ചെയ്യാവേ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടേ നമ്മുടെ ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചൂടുവെള്ളം നിറയെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയം അതവിടെ വെക്കണം കേട്ടോ. കണ്ടേ, ചൂടുവെള്ളം നിറയെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് അത്. കുറച്ച് സമയം ഇപ്പോൾ ഈ തിളച്ച വെള്ളത്തിൽ ഇരുന്നതിന് അത് പകുതി വേഗം കേട്ടോ. അതിപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് സമയം അതിൽ വെക്കാം. വലിയ പുഴുവാണ് എന്തെങ്കിലും പ്രാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചത്ത് പോയിക്കോളും ഇങ്ങനെ ചെയ്താൽ. എന്നിട്ട് നമുക്കിത് വെള്ളം മാറുന്നിട്ട് ഒരു സിപ്പർ ബാഗിലാക്കി വെക്കാം. അപ്പോൾ നമ്മളിത് ഇട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറായി കേട്ടോ. അപ്പോൾ നമുക്കിനി അത് സ്ട്രെയിൻ ചെയ്യാൻ വെക്കാം. ഇതിന് കോരി ഞാനിതിലോട്ട് വെക്കുന്നുണ്ട്. ഒരു മത്ത് സ്മെല്ലും കൂടി ഉണ്ട് ഇതിന്. ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിട്ട് എടുക്കുമ്പോൾ ആ മത്ത് സ്മെല്ലും കൂടി പോയി കിട്ടും കേട്ടോ. ഇത് ഇങ്ങനെ മാത്രം ചെയ്താൽ പോരട്ടോ. ഇനി നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ പുഴുക്കളും അണുക്കളും മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ. ഇത് നമ്മൾ കഴുകിയെടുക്കണം ഇനി വൃത്തിയായിട്ട്. ഇപ്പോൾ ഇതിൽ കാണാം ചെറിയ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതിലുണ്ട് ചെറിയ പ്രാണികൾ ഇതൊക്കെ ഉണ്ട്. അതെ എൻ്റെ വരുന്നു അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സാധനം. ഇതിന് വെള്ളം പോയി ആറിക്കഴിയുമ്പോൾ സിപ്പർ ബാഗിലാക്കി വെക്കും ഞാൻ. കാരണം ആവശ്യത്തിന് എടുത്താൽ മതിയല്ല. സാലഡിലിടും, പിന്നെ എന്തെങ്കിലും ഫ്രൈ ആക്കി നമ്മൾ ഈ വൈകുന്നേരത്തെ ചായ കുടിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാം. കാണിച്ചു തരാം ഓരോ തന്നെ കേട്ടോ. അപ്പോൾ വേണ്ടേ നമ്മുടെ കോളിഫ്ലവറിലെ വെള്ളമൊക്കെ പോയിരിക്കുന്നു നല്ല കേട്ടോ. ഇതിൽ നമ്മൾ കവറിട്ട് എന്തിനാണെന്ന് ചോദിക്കരുത്. കവറിട്ട് നമ്മൾ വെച്ചാൽ കൈയിട്ട് ഇതാക്കി അത് പെട്ടെന്ന് കേടായി പോകും. നമ്മൾ കയ്യിലൊരു കവറൊക്കെ ഇട്ടിട്ട് എടുത്ത് ക്ലീനായിട്ട് വെക്കണമെങ്കിൽ കുറേ ദിവസം ഇരുന്നോളൂ കേട്ടോ. ഇത് ഞാനിതൊരു സിപ്പർ ബാഗിലോട്ട് ഇടുന്നുണ്ട്. ഫുള്ള് സിപ്പർ ബാഗിലിട്ടിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതിന് ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാവേ.